ഗഷ് കൊങ്കിണി സ്റ്റൈലിലുള്ള ഒരു ഐറ്റമാണിത്. നല്ല അടിപൊളി കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത് തന്നെയല്ല, കുക്ക് ചെയ്യാനും വളരെ പെട്ടെന്നാണ്, അധികം ടൈം ഒന്നും വേണ്ട. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടന്നാലോ. ആദ്യം കുറച്ച് മുരിങ്ങയ്ക്ക, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ചക്കക്കുരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു ടൈമിലേക്ക് നമുക്കിതിലേക്ക് മസാല കൂടി തയ്യാറാക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് തേങ്ങ നമ്മൾ വറുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ അതല്ല നമ്മുടെ പച്ചത്തേങ്ങയുടെ ഇതാണെങ്കിൽ പച്ചത്തേങ്ങ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ തീയലിനൊക്കെ വറക്കില്ലേ, ആ ഒരു രീതിയിലൊന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ല നിങ്ങളുടെ കയ്യിൽ മല്ലി, മുളകൊക്കെ പൊടിയായിട്ടല്ല ഹോൾ സ്പൈസസ് ആയിട്ടാണെങ്കിൽ അത് അങ്ങനെ ചേർത്ത് കൊടുക്കുക. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ പൊടി മാത്രമേ ഉള്ളതുകൊണ്ടാണ് പൊടി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ അതും കൂടി ഒന്ന് ചൂടാക്കിയെടുത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ച് എടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളക്കടല തന്നെ എടുക്കുക. ഇത് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം നിങ്ങൾ നേരത്തെ അതൊന്ന് കുക്ക് ചെയ്ത് വെച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയാണ് ഇതിലെ മെയിൻ ധാര. ഇതിൽ നമ്മൾ പുളിക്ക് വേണ്ടി തോട്ടുപുളിയാണ് ചേർക്കുന്നത്. വെച്ചാൽ മീൻ പുളിയില്ലേ, അതാണ് ചേർക്കുന്നത്. നമ്മൾ അല്ലാതെ സാമ്പാറിനൊക്കെ ചേർക്കുന്ന ആ ഒരു പുളി, വല്ല തക്കാളി ഒന്നും ചേർക്കില്ല. ഈ ഒരു പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലേക്ക് ജാറ് കഴുകി ആ വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. അപ്പം അധികം ഗ്രേവി ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്, എന്നാൽ ചെറിയൊരു ഇതേ ഉള്ളൂ. അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുക്കി തന്നെ എടുക്കുക. പിന്നെ ഉപ്പൊക്കെ നിങ്ങൾ ഈ ഒരു ടൈമിൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിയാണെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല പുളി ആയതുകൊണ്ടാണ് ഞാൻ ഒരു പുളി ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുളിയുടെ അനുസരിച്ചിട്ട് പുളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില, അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ മേലോടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിതിൽ കടുക് താളിച്ച് ഒഴിക്കുന്നില്ല. അതിന് പകരം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൂടെ ഒന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിന് നല്ല കോമ്പിനേഷനാണ്. കടല എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക്